ദിവസമാണെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്റ്റേച്ചറുള്ള ലീഡർ പിന്നീട് അധികകാലം കുറേ കാലം ലീഗിൽ ഉണ്ടായിരുന്നില്ല. CHന് ശേഷം ഒരു വാക്വമായിരുണ്ടായിരുന്നത്. കാരണം പുതിയ ലീഡേഴ്സ് വന്നു, ആ പുതിയ ലീഡേഴ്സിന് CHൻ്റെ ലെവലിലേക്ക് വന്നില്ല. പക്ഷേ ഇന്ന് കുഞ്ഞാലിക്കുട്ടി ആ നിലയിലുള്ള സ്റ്റേച്ചറുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. കേരളത്തിൻ്റെ UDF മണ്ഡലത്തിൽ നോക്കിയാൽ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 4 or 5 ഏറ്റവും സീനിയർ മോസ്റ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ പേര് പറഞ്ഞാൽ അതിനകത്ത് ഒരാൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവിയോ ഉപമുഖ്യമന്ത്രി പദവിയോ ന്യായമായിട്ട് അവകാശപ്പെടാം. മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയെ കിട്ടുക കോൺഗ്രസിനായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഉപമുഖ്യമന്ത്രി പദവി പോലെ സംഗതികൾ അങ്ങനെ സമ്മർദ്ദമില്ലാതെ തന്നെ ലീഗിന് ഓഫർ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കോൺഗ്രസുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ മന്ത്രിസഭയായിട്ട് വരാനിരിക്കുന്ന മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കത്തിലേക്ക് പോകുന്നു, സമ്മർദ്ദത്തിന് വേണ്ടി അവർ തയ്യാറാവുന്നു. ഏത് നേതാവിന്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയാൽ നല്ലത്, ആ നേതാവിനെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൽ കുറച്ചുകൂടി സ്വീകാര്യനാകുന്ന നേതാവ് ആകും എന്നുള്ളൊരു ചർച്ച സ്വാഭാവികമായും അതിനകത്ത് ലീഗ് നടത്തുമല്ലോ. അതുണ്ടാവുമായിരിക്കും. കോൺഗ്രസിനകത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനവും സതീശിൻ്റെ പ്രതിപക്ഷ നേതൃത്വവും ഞാൻ 2 നിലയിൽ നോക്കി കാണുന്നതാണ്. രണ്ടുപേരും ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുള്ള ആളുകളാണ്. ആരാണ് വേണ്ടതെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ എന്നല്ലാതെ ലീഗുകാരെ കാര്യത്തിൽ പോയിട്ട് സമ്മർദ്ദം ചെലുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് ശേഷം